മലയാളികളുടെ പ്രിയപ്പെട്ട മണിനാഥൻ നിലച്ചിട്ട് 10 വർഷം. കലാഭവൻ മണിയുടെ പാട്ടോ ഡയലോഗുകളോ കാണാതെ കേൾക്കാതെ ഒരു ദിവസം കടന്നുപോകുന്നില്ല. ആ ശൂന്യത ഇപ്പോഴും അറിയുന്നുണ്ടെന്ന് പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ വേർപാട്. അദ്ദേഹത്തിൻ്റെ മരണകാരണവുമെല്ലാം ഇന്നും അജ്ഞാതമായി അവശേഷിക്കുകയാണ്. മണിയുടെ ഭാര്യ നിമ്മിയും മകൾ ശ്രീലക്ഷ്മിയും പ്രേക്ഷകർക്ക് പരിചിതരാണ്. കുടുംബത്തെക്കുറിച്ച് അഭിമുഖങ്ങളിലെല്ലാം അദ്ദേഹം വാചാലനാവാറുണ്ട്. ആഗ്രഹിച്ചത് പോലെയൊരു പങ്കാളിയെയാണ് തനിക്ക് കിട്ടിയതെന്നായിരുന്നു നിമ്മിയെക്കുറിച്ച് പറഞ്ഞത്. മകളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാറുമുണ്ട്. ഇടയ്ക്ക് അച്ഛനൊപ്പമായി ചാനൽ പരിപാടികളിൽ മകളും പങ്കെടുത്തിരുന്നു. അത്യാവശ്യം മിമിക്രിയൊക്കെ അവൾക്കും വശമുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ ചമ്മലുമാണ്. എന്നാൽ ഞാൻ പറഞ്ഞാൽ ചെയ്യും അല്ലേയെന്നായിരുന്നു ഇടയ്ക്കൊരു ഷോയിൽ മകളോട് ചോദിച്ചിരുന്നു. മകളുടെ പ്രകടനത്തിൽ കാണികൾ കൈയടിച്ചപ്പോൾ മണിക്കും സന്തോഷമായിരുന്നു. മകളെ ഡോക്ടറായി കാണാനാണ് ആഗ്രഹം. പാവങ്ങളെ ചികിത്സിക്കാനായി ഒരു ആശുപത്രി പണിയും. അവിടെ മകളായിരിക്കും പ്രധാന ഡോക്ടർ. അധികം കാശൊന്നും വാങ്ങാതെ ചികിത്സിക്കണമെന്നായിരുന്നു മകളോട് മണി പറഞ്ഞത്. അച്ഛൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിനിടയിലും മികച്ച വിജയം സ്വന്തമാക്കിയിരുന്നു മകൾ ശ്രീലക്ഷ്മി. ഇപ്പോഴിതാ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ മകൾ ഡോക്ടറായിരിക്കുകയാണ്. മണിയുടെ സഹോദരനായ RLV രാമകൃഷ്ണനായിരുന്നു ഈ വിശേഷം പങ്കുവച്ചത്. മണിച്ചേട്ടൻ്റെ കുടുംബത്തെക്കുറിച്ച് എല്ലാവരും ചോദിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിലായാലോ അഭിമുഖങ്ങളിലോ ഒന്നും അമ്മയെയും മകളെയും കാണാറില്ല. ഇടയിൽ സുഹൃത്തുക്കളാരോ പങ്കുവച്ചൊരു വീഡിയോയിൽ ശ്രീലക്ഷ്മിയെ കണ്ടിരുന്നു. MBBS കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയാണ് പാപ്പ എന്നായിരുന്നു ശ്രീലക്ഷ്മി. ചേട്ടൻ ആഗ്രഹിച്ചതുപോലെ അവൾ ഡോക്ടറായി. പാവങ്ങളുടെ ഡോക്ടറാവണമെന്നാണ് ചേട്ടൻ ആഗ്രഹിച്ചത്. ചാലക്കുടിയിലെ മണിക്കൂടാരത്തിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ശ്രീലക്ഷ്മിക്കൊപ്പമാണ് നിമ്മിയും. എറണാകുളത്തേക്ക് പോയതോടെയാണ് വീട് അടച്ചിടേണ്ടി വന്നത്. അവധി കിട്ടുമ്പോൾ അവർ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. മണിച്ചേട്ടൻ